കാളിതാരിക യുദ്ധത്തിൽ ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന കാവുതീണ്ടലിൽ കൊടുങ്ങല്ലൂർ ഭക്തിലഹരിയിലായി. 10,000 അമ്മേ ശരണം ദേവീ ശരണം വിളികളോടെ കാവുതീണ്ടലിൽ പങ്കെടുത്തു. പൂജയ്ക്ക് ശേഷം ക്ഷേത്രം കഴുകി വൃത്തിയാക്കി എല്ലാവരും പുറത്തിറങ്ങിയ ശേഷമാണ് അതീവ രഹസ്യമായ തൃച്ചന്ദന ചാർത്ത പൂജ നടന്നത്. തുടർന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നിലപാട് തറയിൽ ഉപവിഷ്ടനായ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പട്ടുകുട ഉയർത്തി അനുമതി നൽകിയതോടെയാണ് കാവുതീണ്ടൽ നടന്നത്. നിലപാട് തറകളിലും ക്ഷേത്രാങ്കണത്തിലും പരിസരങ്ങളിലും ഭക്തിലഹരിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൻ ജനക്കൂട്ടം ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് ഓടി കാവുതീണ്ടി. പാലക്കവേലൻ എന്ന വിശേഷണമുള്ള ചിറക്കൽ ദേവിദാസനാണ് ആദ്യം കാവുതീണ്ടാനുള്ള അവകാശം. ഇന്നലെ രേവതി വിളക്ക് തെളിഞ്ഞു. ദീപസ്തംഭങ്ങളിലും നിലവിളക്കുകളിലും കൽവിളക്കുകളിലും മൺചരാതുകളിലും സഹസ്രദീപങ്ങൾ തെളിയിച്ചു. ദേവീസ്തുതികളുമായി ക്ഷേത്ര നഗരിയിലെത്തിയ ഭക്തർ രേവതി വിളക്ക് ദർശിച്ച് സായുജ്യമടഞ്ഞു.